ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും പോസിറ്റീവായിരിക്കുന്ന സെൽഫ് ലവ് ചെയ്യുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യൂണിവേഴ്സിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾ ഓരോരുത്തരിലേക്കും ഉണ്ടാകട്ടെ. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണോ അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുവാൻ തക്കവണ്ണം സാധിക്കട്ടെ. ഇന്ന് നമുക്ക് നോക്കാം. അടുത്ത ഈ റീഡിങ് കാണുന്ന സമയം മുതൽ നിങ്ങളുടെ ലൈഫിൽ 48 മണിക്കൂറിനുള്ളിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. നിങ്ങളുടെ ജീവിതത്തിൽ 48 മണിക്കൂറിനുള്ളിൽ സംഭവിക്കുന്ന, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് 48 മണിക്കൂറിനുള്ളിൽ. ഓക്കെ, ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ആയിരിക്കുക. നിങ്ങൾ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ 48 മണിക്കൂറിനുള്ളിൽ സാധിക്കാനിടയാകട്ടെ. യൂണിവേഴ്സിൻ്റെ എല്ലാ ശക്തിയും ഇതിലേക്ക് ഇറങ്ങി വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. ഏഞ്ചൽ തന്നെ ഇറങ്ങി വന്ന് ഗൈഡ് ചെയ്യുവാൻ തക്കണം സഹായിക്കണമേ. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. കപ്പാണ് വന്നിരിക്കുന്നത്. 48 മണിക്കൂറിനുള്ളിൽ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കട്ടെ. താങ്ക് യു. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്നത് നമ്പേഴ്സ് 8 ആണ്. ഈ ഫുള്ള് 8 ആണ് വന്നിരിക്കുന്നത്. 8. ആർക്കാണ് റെസനേറ്റ് ആകുന്നതെന്ന് അറിയത്തില്ല. 8 നമ്പർ ആഗസ്റ്റ് മാസമാണ്. 12 നമ്പർ വന്നിട്ടുണ്ട്. 5 നമ്പർ, 2 നമ്പർ ഒക്കെ വന്നിരിക്കുന്ന ലെറ്റേഴ്സ് JECME QANS. ഓക്കെ, RP376 പേര്. എല്ലാ പേർക്കും ഇത് റെസനേറ്റ് ആകില്ല എങ്കിലും ഇത് കേൾക്കുന്ന കുറച്ച് പേരുടെ ജീവിതത്തിലെങ്കിലും അവരുടെ വീട് വിട്ട് മാറി താമസിക്കേണ്ടതായി വരുന്ന ഒരു സാഹചര്യം അവർക്കുണ്ടാകും. ഓക്കെ, മറ്റു ചിലവർക്ക് സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുവാൻ അവർ നിർബന്ധിതരാകും. എന്തായാലും ഞാൻ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിൽക്കുന്നില്ല, എനിക്ക് ഈ സിറ്റുവേഷനിൽ നിന്ന് മടുത്തു, ഞാൻ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നു എന്ന് ഈ 48 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ തീരുമാനമെടുക്കുകയും ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരികയും അതിലേക്ക് നിങ്ങൾ ഒരു ചേഞ്ച് ആഗ്രഹിച്ച് നിങ്ങൾ പോകുകയും ചെയ്യും. ഓക്കെ, നിങ്ങൾ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിക്കുന്നതിനും അതിലേക്ക് കുറച്ച് ചോദ്യം ചെയ്യുന്നതിനും, സ്പിരിച്വലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലേക്ക് നിങ്ങൾ ചോദ്യം ചെയ്യുന്നതിനും ഇടയാകും. ഓക്കെ, സാമ്പത്തികമായി കുറച്ച് പണം നിങ്ങളിലേക്ക് വന്ന് സാമ്പത്തികപരമായിട്ടോ അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് ഇടയാകും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചില നേർച്ചകളും വഴിപാടുകളും നടത്തുന്നതിന് ഈ 48 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ കടന്നു പോകാനിടയാകും. ചില നേർച്ചകൾക്കോ വഴിപാടുകൾക്കോ നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും സാധനം നിങ്ങൾ ഡൊണേറ്റ് ചെയ്യും. ചില നീതിക്ക് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തിക്ക് അവർക്ക് നീതി ലഭിക്കുന്നതിന് കാരണമാകും. ഓക്കെ, നിങ്ങൾ ഏറ്റവും അറിവുള്ള ഒരു വ്യക്തിയിൽ നിന്നും കുറച്ച് അഡ്വൈസ് നിങ്ങൾ സ്വീകരിക്കുന്നതിനിടയാകും. ഓക്കെ, എന്തെങ്കിലും കുറച്ച് അറിവുള്ള ആൾക്കാരുടെ അടുത്ത് പോയി എന്തെങ്കിലും സംസാരങ്ങളോ കാര്യങ്ങളോ ആയി കുറച്ച് അറിവ് നിങ്ങൾക്ക് അവരിൽ നിന്നും ലഭിക്കുന്നതിന് അല്ലെങ്കിൽ അവരിൽ നിന്ന് കുറച്ച് അഡ്വൈസ് തേടുന്നതിന് ഇടയാകും. ഓക്കെ, നിങ്ങൾ ഇതുവരെയും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് മുന്നോട്ടുള്ള ഒരു വഴിയും നിങ്ങൾ കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ, നിങ്ങളുടെ ജീവിതം എല്ലാം അടഞ്ഞു പോയി അന്ധകാരത്തിലായിപ്പോയി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ ഈ 48 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ വഴി നിങ്ങൾക്ക് തുറന്നു വരികയാണ്. ഓക്കെ, ഇതുവരെയും ഏറ്റവും സോഡ് പോലെ ഈ ഇതിൽ മൊത്തം സോഡാണ്, ഈ വാളുകളാണ്. ആ ഒരു വാളുകൾ കൊണ്ട് നിങ്ങൾ അടയ്ക്കപ്പെട്ട് ഇരുന്നുവെങ്കിൽ, നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത വണ്ണം നിങ്ങളെ കണ്ണ് കെട്ടിയിരുന്നുവെങ്കിൽ, നിങ്ങളുടെ കണ്ണ് കെട്ടിവെച്ചിരുന്നുവെങ്കിൽ അതെല്ലാം ആ കണ്ണിൻ്റെ കെട്ടെല്ലാം നിങ്ങൾ അഴിക്കുകയാണ്. ജീവിതം എന്തായിരുന്നു ഇതുവരെ നിങ്ങൾ ചിലപ്പോൾ ഒരു ഇലൂഷനിലായിരുന്നായിരിക്കും. നിങ്ങൾക്ക് മുന്നോട്ട് എന്താണോ, ഇല്ല ഞാൻ എങ്ങോട്ട് പോകത്തില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കും, എനിക്ക് മുന്നോട്ട് ഒന്നും കാണണ്ട എന്ന് വിചാരിച്ച്, എനിക്ക് എങ്ങോട്ട് ഇറങ്ങണ്ട എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ നിങ്ങളുടെ കണ്ണിനെയോ നിങ്ങൾ ഒരു അടയ്ക്കപ്പെട്ട ഒരു റൂമിലായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ അടയ്ക്കപ്പെട്ട മാനസിക അവസ്ഥയിലായിരുന്നുവെങ്കിൽ അതെല്ലാം തുറന്ന് സ്വന്തമായി തന്നെ അഴിക്കുകയാണ്. ആ കണ്ണിലെ കെട്ടുകളെല്ലാം നിങ്ങൾ അഴിച്ചു ആ വാതിൽ തുറന്ന് നിങ്ങൾ പുറത്ത് വരികയാണ്. വാതിലെന്ന് പറയുന്നത് ഒരുപാട് വാളുകളാൽ
അടയ്ക്കപ്പെട്ടതാണ്. ഒരുപാട് പെയിൻ, നിങ്ങൾക്ക് ഒന്നും തൊടാൻ പോലും വയ്യാത്ത അവസ്ഥയിലായിരുന്നു നിങ്ങൾ. അതെല്ലാം തുറന്ന് നിങ്ങൾ പുറത്ത് വരികയാണ് ഈ ഒരു 48 മണിക്കൂറിനുള്ളിൽ. ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. ഒരു സ്റ്റെബിലിറ്റി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയാണ്. ഏഞ്ചൽ ബ്ലെസ്സിങ് നിങ്ങൾക്ക് ഒപ്പമുണ്ട്. ഓക്കെ, ഏഞ്ചലിൻ്റെ ബ്ലെസ്സിങ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളോടൊപ്പം ഉണ്ട്. നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂടുകയും നിങ്ങൾ ഓരോ കാര്യത്തിന് ഇതുവരെയും എല്ലാ കാര്യത്തിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു നിന്നിട്ടുണ്ടെങ്കിൽ, ഇതുവരെയും എന്നാലൊന്നും കഴിയില്ല, എനിക്ക് ഭയമാണ്, എനിക്കൊന്നും കഴിയില്ല എന്നും പറഞ്ഞ് പിന്മാറി നിന്നിരുന്ന വ്യക്തികളാണോ നിങ്ങൾ? എന്നാൽ നിങ്ങൾക്കിതാ ഒരു പുതിയ വഴി തുറന്നിരിക്കുകയാണ് ഏഞ്ചൽ. ഓക്കെ, നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ഓഫർ വരികയാണ്. ചിലപ്പം ഉപരിപഠനത്തിനായിരിക്കും, അല്ലെങ്കിൽ ഓഫർ വരുന്ന അത് ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ജോലിയായിരിക്കും. നിങ്ങൾ ഒരുപാട് നാൾ അത് കിട്ടില്ല എന്ന് വിചാരിച്ച് ഒരു കോൺഫിഡൻസും ഇല്ലാതിരുന്ന ഒരു കാര്യമായിരിക്കാം. അത് നിങ്ങളിലേക്ക് വരികയാണ്. നിങ്ങൾ ഒരുപാട് നാളായി കാത്തിരുന്ന ഒരു കാര്യം എന്ത് തന്നെയാണെങ്കിലും അത് നിങ്ങളുടെ മനസ്സിൻ്റെ ആഗ്രഹമാണ്. ആ ഒരു കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരുകയാണ്. ഓക്കെ, ഒരു ന്യൂ ബിഗിനിങ് ആണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ഒരു 48 മണിക്കൂറിനുള്ളിൽ അതിനുള്ള എല്ലാ പോസിറ്റീവും നിങ്ങൾക്ക് പ്രകടമായി തന്നെ കാണാം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ന്യൂ ബിഗിനിങ് സാധ്യമാകുകയാണ്. ഓക്കെ, അത് വളരെ സ്പീഡിലാണ് വരുന്നത്. ഒരു പക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കത്തില്ല നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ മുമ്പിലോട്ട് വരുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു മെസ്സേജ് വരുന്നു എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഒരു കോള് വരുന്നു എന്നുള്ള ഒരു കാര്യം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു റാപ്പിഡ് ആക്ഷനാണ്. എത്ര സ്പീഡിനാണ് അത് എത്തുന്നത്. ഓക്കെ, ആ ഒരു ചേഞ്ച് കണ്ട് നിങ്ങൾ തന്നെ ഞെട്ടിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കടന്നു വരും. 2 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും ഇതുവരെ ഇല്ലാതിരുന്ന സ്നേഹം, അല്ലെങ്കിൽ നിങ്ങൾ എത്ര സ്നേഹം കൊടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണിൽ നിന്നും തിരിച്ചൊന്നും ലഭിച്ചിരുന്നില്ല എങ്കിൽ ഇനി ഗിവ് ആൻഡ് ടേക്കാണ്. ഒരുപോലെ നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് അത് തന്നെ നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് യൂണിവേഴ്സ് ഒരുക്കുന്നതാണ്. ഏഞ്ചൽ ബ്ലെസ്സിങ് ഉണ്ട്. നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്ന എല്ലാ ചലഞ്ചും എല്ലാം നിങ്ങൾ ക്ഷമിച്ചു മറന്ന് അതെല്ലാം നിങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാകുകയാണ്. വരുന്ന 48 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മാവിൻ്റെ സംസാരം കേൾക്കാൻ കഴിയും. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. സ്പിരിച്വലായിട്ട് ഒരുപാട് അടുക്കുന്നതിനും നിങ്ങളുടെ ജീവിതത്തിൽ സ്പിരിച്വലി നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതിനും കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിട്ട എല്ലാ പെയിനുകൾക്കും എല്ലാ വേദനകൾക്കും നിങ്ങൾക്ക് നീതി ലഭിക്കാൻ പോകുകയാണ്. നിങ്ങൾക്ക് നീതി, ജസ്റ്റിസിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് നീതി ലഭിക്കുകയും കേസുമായിട്ടോ കോടതിയുമായിട്ടോ നിങ്ങളിപ്പോൾ എന്തെങ്കിലും വിഷമത്തിൽ കൂടി കടന്നു പോകുകയാണെങ്കിൽ അതിന് നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുന്നതായിരിക്കും. ജീവിതത്തിൽ നിങ്ങൾക്ക് ബാലൻസിങ്ങിൽ വരെയാണ്. നിങ്ങളുടെ ഇമോഷണൽ റിലേഷൻഷിപ്പ് എല്ലാ 8 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ജീവിതം ഒരു ബാലൻസിങ്ങിൽ വരികയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇതുവരെയും ബാലൻസ് തെറ്റിയ ഒരു അവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ നല്ല ബാലൻസിങ്ങിൽ വരുവാൻ വേണ്ടി യൂണിവേഴ്സ് നിങ്ങളെ ബ്ലെസ് ചെയ്യുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ പോസിറ്റിവിറ്റിയും വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ക്ലെയിം ചെയ്യുക. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടിൽ കൂടി കടന്നു പോകുന്ന വ്യക്തികളാണെങ്കിൽ ആ വ്യക്തികൾക്ക് ഈ ഒരു സമയത്ത് അതിൽ നിന്നെല്ലാം മുക്തി ലഭിക്കുന്നതാണ്. ഓക്കെ, നിങ്ങളിൽ ഡെവിൾ എനർജി നിങ്ങളെ ഭരിച്ച് നിങ്ങൾക്ക് ഒരുപാട് പെയിൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അതിൽ നിന്നെല്ലാം നിങ്ങളെ രക്ഷ നേടുകയാണ്. ഓക്കെ, എല്ലാ നെഗറ്റിവിറ്റീസും നിങ്ങളിൽ നിന്ന് മാറിപ്പോവുകയാണ്. നെഗറ്റീവ് തോട്ടുകൾ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിരുന്ന കാര്യങ്ങൾ, നിങ്ങൾ കുറേ നെഗറ്റീവ് മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറുകയാണ്, ചേഞ്ച് ആവുകയാണ്. നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ കൂടി ഇത്രയും തളർന്ന്, ചിലപ്പോൾ പ്രായം കുറവാണെങ്കിൽ തന്നെയും ഈ ഒരു അവസ്ഥയിൽ ഏറ്റവും പ്രായമുള്ള വ്യക്തികളെ പോലെ മനസ്സ് അത്രയോളം തളർന്ന അവസ്ഥയിലാണ് നിങ്ങൾ പോയിക്കൊണ്ടിരുന്നെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളെ ഏഞ്ചൽ ബ്ലെസ്സിങ് നിങ്ങളുടെ കൂടെയുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങളെ സുഖപ്പെടുത്തുന്നതിനും നിങ്ങളുടെ എല്ലാ നെഗറ്റിവിറ്റീസും നിങ്ങളുടെ ചിന്തകളും, ഒരുപാട് ചിന്തകൾ, നെഗറ്റീവായിട്ട് തോട്ട് നിങ്ങൾ കുറേ മാനിഫെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ത്തിനൊരു മാറ്റം വരികയാണ്. എല്ലാം ക്ലിയർ ആവുകയാണ്. നിങ്ങളൊരു സ്വയം തൊഴിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ സ്വയം തൊഴിലാണ് ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നത്. നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുകയും നിങ്ങളെ അട്രാക്റ്റ് ചെയ്ത് ഒരുപാട് ആൾക്കാർ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. ഓക്കെ, എന്തെങ്കിലും കേസുമായോ മറ്റെന്തെങ്കിലും ബന്ധങ്ങൾ നിങ്ങളിലുണ്ടെങ്കിൽ
അതെല്ലാം ബാലൻസിങ്ങിൽ വരികയാണ്. ആ വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഇടപെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഒത്തുചേർപ്പില്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് മറ്റ് ചില ആൾക്കാരുടെ ഉപദേശപ്രകാരം അത് ഒരു മുൻകൈ എടുത്ത് നിങ്ങളുടെ റിലേഷൻ എത്രയും പെട്ടെന്ന് തന്നെ അത് നേരെയാകുന്നതായിരിക്കും. അത് ഒരു 48 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് യൂണിവേഴ്സ് അറിയിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് കൂടി എടുക്കാം. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ഈ ഒരു എനർജിയിൽ താങ്ക് യു യൂണിവേഴ്സ്. ഈ ഒരു എനർജിയിൽ എന്താണ് എൻ്റെ വ്യൂസിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. എന്ത് തന്നെ ആയിരുന്നാലും ഞാൻ നിന്നോടൊപ്പം ഉണ്ട് എന്നാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തരുന്ന മെസ്സേജാണ്. ഇനിയിപ്പം എന്താണ് ലൈഫിൽ സംഭവിച്ചത്, തേർഡ് പാർട്ടി ആണെങ്കിലും ഫോർത്ത് പാർട്ടി ആണെങ്കിലും ലൈഫിൽ എന്ത് തന്നെയാണെങ്കിലും നോ കോണ്ടാക്റ്റ് ആണെങ്കിലും എന്ത് തന്നെ ആയിരുന്നാലും നിങ്ങളോടൊപ്പം നിങ്ങളുടെ പേഴ്സൺ ഉണ്ടായിരിക്കും. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ഈ വാക്ക് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കട്ടെ. താങ്ക് യു. നമുക്ക് കുറച്ച് സമയം ചിലവഴിച്ചാലോ രണ്ടുപേർക്കും കൂടി ആയിട്ടെന്ന് ചോദിക്കുന്നു. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടായിരിക്കാം. ഓക്കെ, താങ്ക് യു. എത്രയും പെട്ടെന്ന് തന്നെ പറയാനുള്ളത് പറയട്ടെ. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്. വാവ്, ഞാൻ നിന്നെ സ്നേഹിക്കുക തന്നെ ചെയ്യും. ഈ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന കറക്റ്റ് മെസ്സേജുകളാണ് വന്നിരിക്കുന്നത്. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ഞാൻ നിന്നെ സ്നേഹിക്കുക തന്നെ ചെയ്യും. ഇത് ആരുടെ എനർജിയാണ്? എല്ലാവരുടെ എനർജിയാണ്. എല്ലാവരും ക്ലെയിം ചെയ്യുക. നിങ്ങൾ തീർച്ചയായിട്ടും ഈ മെസ്സേജിന്, ഈ ഒരു റീഡിങ്ങിനും നിങ്ങൾ കമൻറ്റ് ചെയ്യുക തന്നെ വേണം. ഓക്കെ, അത് നിങ്ങളുടെ അഫർമേഷനാണ്. നിങ്ങളുടെ അതായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അത് നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുന്നതല്ല, നിങ്ങൾ യൂണിവേഴ്സിനോട് കമൻറ്റ് ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോറി, നിങ്ങളെ സംശയിച്ചു പോയി നിങ്ങളുടെ പേഴ്സൺ. എന്തെങ്കിലും കാരണത്താൽ നിങ്ങളെ സംശയിച്ചിട്ടുണ്ടെങ്കിൽ അതിന് സോറി പറയുകയാണ്. റിലേഷൻഷിപ്പിൽ ചിലപ്പം എന്തെങ്കിലും കാര്യം പറഞ്ഞ് തങ്ങൾ ഉടക്കിയിട്ടുണ്ടെങ്കിൽ ആ ഉടക്കിന് നിങ്ങളെ വിട്ടു പോകുന്നതിന് കാരണമായത് ഈ ഒരു സംശയത്തിൽ നിന്നാണെങ്കിൽ ആ സംശയത്തിന് നിങ്ങളുടെ പേഴ്സൺ സോറി പറയുകയാണ്. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. അങ്ങനെ ഈ ഒരു സോറി പറച്ചിൽ അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംശയത്തിൻ്റെ പേരിലാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ വഴക്കുണ്ടായെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അതിന് നന്ദി പറയുക. ഈ ഒരു മെസ്സേജ് തന്നതിന് ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്. ഇതാരുടെ എനർജിയാണെന്ന് അറിയത്തില്ല. ചിലപ്പോൾ മൂവ് ഓൺ ചെയ്തു പോയ ഏതെങ്കിലും പേഴ്സൺ ഉണ്ടായിരിക്കാം. പൂർണ്ണമായിട്ടും ഇനി നിങ്ങളിലേക്ക് വരുന്നില്ല, അല്ലെങ്കിൽ അത്രത്തോളം വൈരാഗ്യത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഐ ഡോണ്ട് ട്രസ്റ്റ് യു എനി മോർ എന്ന് പറയുന്നത്. ഓക്കെ, എന്തെങ്കിലും തെറ്റ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് അവർക്ക് അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം. അങ്ങനെ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിച്ച് നിങ്ങളുടെ പേഴ്സണ് ക്ഷമിക്കാൻ കഴിയട്ടെ. നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് വരുവാനും കഴിയട്ടെ. ഈ ഒരു സമയത്ത് തന്നെ യൂണിവേഴ്സിൻ്റെ എനർജി അയക്കുന്നു. താങ്ക് യു. ഓക്കെ, അപ്പോൾ ഏറ്റവും നല്ല റീഡിംഗ് ആണ് വന്നിരിക്കുന്നത്. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. ഒരു 48 hours തന്നെ ഇത് ആരുടെയൊക്കെ ജീവിതത്തിലേക്ക് നിങ്ങൾ തന്നെ പിടിച്ചേക്കുക. ഈ എനർജി നിങ്ങൾക്കുള്ളതാണെന്ന് നിങ്ങൾ വിശ്വസിക്കുക. അത് നിങ്ങൾക്ക് തന്നതിനായി നന്ദി. നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക, നെഗറ്റീവായിട്ട് ഒട്ടും ചിന്തിക്കാതിരിക്കുക. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കും, മെസ്സേജ് വന്നിരിക്കും, കോൾ വന്നിരിക്കും, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാണാൻ വന്നിരിക്കും. ഓക്കെ, ചില വ്യക്തികൾക്ക് മൂവ് ഓൺ ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ആയിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ കാര്യങ്ങളാണ് വന്നു ചേരുന്നത്. ഓക്കെ, നിങ്ങൾ ക്ഷേത്രത്തിലോ മറ്റോ പോകാനോ അല്ലെങ്കിൽ നിങ്ങളുടെ വിശുദ്ധ മന്ദിരങ്ങളിൽ എവിടെയെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ പോകും. ഇതുവരെയും നിങ്ങളുടെ ലൈഫ് ഒരു 4 ചുവരിനകത്താണ് അടയ്ക്കപ്പെട്ടതെങ്കിൽ നിങ്ങളിപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്നെല്ലാം മൂവ് ഓൺ ആവുകയാണ്. പേഴ്സൺ വരുമ്പോൾ വരട്ടെ, പക്ഷേ നിങ്ങളുടെ ജീവിതം സന്തോഷത്തിലേക്ക് കൊണ്ടുവരികയാണ്. കാരണം നമ്മുടെ മുന്നിൽ ജീവിതം എന്ന് പറയുന്നത് എപ്പോഴാണ് അവസാനമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മുടെ വയനാട് ദുരന്തം തന്നെ ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മുടെ കൂടെ ഉള്ളവർ നമ്മുടെ കൂടെ ഉണ്ടോ, നമ്മളുണ്ടോ എന്ന് പോലും അറിയാൻ വയ്യാത്ത അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഒരു ദിവസം പോലും നമ്മൾ വേസ്റ്റാക്കി കളയരുത്. നിങ്ങൾക്ക് എങ്ങനെ സന്തോഷിക്കാൻ കഴിയുമോ അങ്ങനെ സന്തോഷിക്കുക. അല്ലാതെ പല വ്യക്തികളും പരസ്പരം കുറ്റം ചാരിയും വിഷമിച്ചും വിദ്വേഷം ചെയ്തും നിൽക്കേണ്ട. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വരട്ടെ, സന്തോഷിക്കുക.
എന്ത് തന്നെയായിരുന്നാലും നമ്മൾ ഇനി ഉള്ള ഒരു ദിവസം നമുക്ക് ആയുസുണ്ടോ എന്നുള്ളത് നമുക്ക് ഗ്യാരണ്ടി ഇല്ല. അപ്പം ക്ഷമിക്കേണ്ടതെല്ലാം ക്ഷമിക്കുക, മറക്കേണ്ടതെല്ലാം മറക്കുക. അത്രത്തോളം സന്തോഷവും സ്നേഹവുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ അത്രയും എല്ലാവരും സന്തോഷവും സ്നേഹവുമായിട്ട് ഇരിക്കട്ടെ. നമ്മളിൽ നിന്നും മാറിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവരെ നോക്കി ഒരു മാപ്പ് പറയാൻ പറ്റാത്ത അവസ്ഥ. നമുക്ക് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ തിരിച്ചു കിട്ടാത്ത ഒന്നാണ് ജീവൻ. നമ്മൾ എല്ലാവരുമായിട്ട് മുന്നോട്ട് പോകുക. നമുക്ക് എപ്പോഴാണ് ജീവനോ മരണോ എപ്പോഴാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ എല്ലാം വന്ന് മൂടുന്ന അവസ്ഥയാണ്. പ്രകൃതി ദുരന്തങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. ഓക്കെ, വൃക്ഷങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുക, പ്രകൃതിയെ നശിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക. റിക്വസ്റ്റാണ്. നിങ്ങളൊരു 5 പേരെടുത്തെങ്കിലും പറഞ്ഞ് വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ, വൃക്ഷത്തൈകൾ വെച്ച് പിടിപ്പിക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിച്ചാൽ, ഒരു 5 പേരോട് നിങ്ങൾക്ക് പറയാൻ പറ്റിയാൽ അത്രയും നല്ലത്. അവരെ കൊണ്ട് നിങ്ങൾ വൃക്ഷത്തൈ വയ്പ്പിക്കുക ആണെങ്കിൽ അത്രയും നല്ലത് തന്നെയാണ്. ഓക്കെ, താങ്ക് യു. പ്രകൃതിയെ നമുക്ക് ഇനിയെങ്കിലും സ്നേഹിച്ച് തുടങ്ങാം. കാരണം നമ്മളുടെ ആഡംബരങ്ങൾ കൂടിയത് കൊണ്ട് തന്നെയാണ് പ്രകൃതി ഇത്ര രൂക്ഷമായിട്ട് നമ്മളെ തിരിച്ചടിക്കുന്നത്. യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റുമില്ല. തെറ്റ് നമ്മുടെ ഭാഗത്ത് തന്നെയാണ്. നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് വീടും കാര്യങ്ങളും പുഴകളും എല്ലാം നികത്തി വീടും കാര്യങ്ങളൊക്കെ വെച്ചതിൻ്റെ പേരിലാണ് നമ്മൾ ഈ അനുഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും സന്തോഷത്തിലിരിക്കുക, പ്രകൃതിയെ സ്നേഹിക്കുക. ഓക്കെ, എല്ലാ അനുഗ്രഹങ്ങളും എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരട്ടെ. 48 മണിക്കൂറിനുള്ളിൽ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ എനർജിയും എൻ്റെ വീഡിയോ കാണുന്ന വ്യക്തികളിലേക്ക് പകർന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. അപ്പം എൻ്റെ ചാനൽ കൂടി നിങ്ങൾ ഷെയർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.